മറ്റു വാർത്തയിലേക്ക് വിദ്വേഷ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ CITU പ്രതിഷേധം. അടൂർ മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് CITU നേതാവ് N. സുന്ദരംപിള്ള പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണന്റെ ജൽപ്പനങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം പുത്തരിക്കണ്ടത്താണ് പ്രതിഷേധം. ആ തൊഴിലാളികളെ കുറിച്ച് വിവരമറിയാതെ, സാഹചര്യം മനസ്സിലാക്കാതെ, യാതൊരു തെളിവുമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന വെറുമൊരു തരം താണ രാഷ്ട്രീയക്കാരന്റെ മട്ടിലേക്ക് അടൂർ ഗോപാലകൃഷ്ണൻ താഴരുത് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ സംഭവം അദ്ദേഹം ഉയർന്നവനാവണമെങ്കിൽ ആ തൊഴിലാളിയോട് എനിക്കൊരു തെറ്റുപറ്റി എന്ന് മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറാവണം. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, അടൂര് പറഞ്ഞത് പിൻവലിച്ച് മാപ്പ് പറയണം, പട്ടികജാതി പട്ടിക വിഭാഗക്കാരോട് മാപ്പ് പറയണമെന്നാണോ CITU ആവശ്യപ്പെടുന്നത്? അതെ ദിവ്യ, ഇന്നലെ സിനിമ കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിലായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ഇത്തരത്തിൽ വലിയ തരത്തിൽ അധിക്ഷേപിച്ചു, ഇവിടുത്തെ ചാലയിലെ ചുമട്ടുതൊഴിലാളികളെ വലിയ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടൊരു പരാമർശം നടത്തിയത്. ഇത്തരത്തിൽ നഗ്നത പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമ തിയേറ്ററിൽ ഓടുന്ന സമയത്ത് ഇവിടെയുള്ള ചുമട്ടുതൊഴിലാളികൾ കവാടം പൊളിച്ച് അതിനകത്ത് കടന്നു. അതിനുശേഷമാണ് ഈ സിനിമ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇത്തരത്തിൽ പാസ് കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിയത് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ചുമട്ടുതൊഴിലാളികളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമായിരുന്നു നടത്തിയത്. ഇതിനെതിരെയാണ് ഇന്നിവിടെ CITUയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇപ്പോൾ നമ്മളോട് കൂടെ CITU ചുമട്ടുതൊഴിലാളി നേതാവ് സുന്ദരൻപിള്ള ചേരുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ഇനിയും പോരാട്ടം തുടരുമോ? തീർച്ചയായും തുടരും. അദ്ദേഹം സമൂഹത്തോട് മാപ്പ് പറയുന്നത് വരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ആനുകൂല്യങ്ങൾ നേടാൻ വേണ്ടിയല്ല. അടൂർ ഗോപാലകൃഷ്ണൻ ഒരു മഹാനായ സംവിധായകനാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്. ഇതിൽ നിന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ചാതുർവർണ്ണയ സിദ്ധാന്തങ്ങളോടുള്ള ഒരു ഐക്യപ്പെടലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായി ഞങ്ങൾ കാണുകയാണ്. അദ്ദേഹം ഇന്നലെ അധിക്ഷേപിച്ചത് ആരെയൊക്കെയാണ്? നിങ്ങളെല്ലാം സാക്ഷികളല്ലേ. അദ്ദേഹം അധിക്ഷേപിച്ചത് പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളെ, ചാലയിലെ തൊഴിലാളികൾ പണിയെടുത്ത് ജീവിക്കുന്നവരാണ്, സ്ത്രീകളെ, ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ, ഇവരെയെല്ലാം അധിക്ഷേപിച്ചുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഭാസ്കര പട്ടേലിൽ നിന്ന് അദ്ദേഹം ഇതുവരെയും താഴോട്ട് വരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ എന്തോ ഒരു തകരാറ് സംഭവിച്ചിരിക്കുന്നു. ഒരു ബോധ്യവുമില്ലാത്തൊരു വിഷയം. ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യമുള്ളതല്ല. ഇന്ന് പത്രക്കാർ ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താ? ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു ചാലയിലെ തൊഴിലാളികൾ ചവിട്ടിക്കേറി എന്നാണ്. അപ്പോഴും നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? അദ്ദേഹം അതിന് മറുപടി പറയുന്നില്ല. അപ്പോൾ ഇതിന് മാപ്പ് പറയണം. അദ്ദേഹം ഞങ്ങളോട് മാപ്പ് പറയണം എന്നുള്ള ആവശ്യമല്ല.